കാർത്തി ചിത്രം സർദാർ 2 സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യുന്ന യുവൻ ശങ്കർ രാജയും അതുപോലെ തന്നെ ഈ സിനിമയിൽ വില്ലൻ വേഷത്തിൽ സൗത്തിൽ നിന്ന് വലിയൊരു ആക്ടറും ഉണ്ടായേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ദിലീപ് ചിത്രമായ ബാബാബ സിനിമയുടെ പൂജ ഇന്നിപ്പോൾ പാലക്കാട് നടന്നിരിക്കുകയാണ്. സിനിമ ഒരു ടൈം ട്രാവൽ സിനിമയായിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ശ്രീ ഗോകുലം മൂവീസാണ് സിനിമ നിർമ്മിക്കുന്നത്. പ്രഭാസ് നായകനാവുന്ന അടുത്ത ചിത്രമാണല്ലോ സ്പിരിറ്റ് എന്ന ചിത്രം. സിനിമയിൽ ഇപ്പോൾ പ്രഭാസിന്റെ ഒരു ക്യാരക്ടർ ഒരു ഗ്രേ ഷെയ്ഡ് നിറഞ്ഞൊരു ക്യാരക്ടർ ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ ഷൂട്ടെല്ലാം ഈ വർഷം അവസാനം ഡിസംബറിലൂടെ ആയിരിക്കും ആരംഭിക്കുക. കമൽഹാസൻ നായകനായി വന്ന പുതിയ ചിത്രമാണല്ലോ ഇന്ത്യൻ 2. സിനിമയ്ക്ക് എങ്ങും നെഗറ്റീവ് റെസ്പോൺസ് ആണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സിനിമയുടെ ഒരു കളക്ഷൻ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സിനിമ ഇറങ്ങി 2 ദിവസം പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ഈ സിനിമ കളക്ഷൻ നേടിയിരിക്കുന്നത് 86 കോടിയോളമാണ്. സിനിമ ഓപ്പണിംഗ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയിരുന്നത് 57 കോടിയോളമായിരുന്നു. ഷാറൂഖ് ഖാൻ നായകനാവുന്ന അടുത്ത ചിത്രമാണല്ലോ കിങ് എന്ന ചിത്രം. സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുകയാണ്. സിനിമയുടെ റിലീസ് ഇപ്പോൾ ഇത് അടുത്ത വർഷം 2025 ക്രിസ്മസിനായിരിക്കും റിലീസ് ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഈ സിനിമയിൽ വില്ലൻ വേഷത്തിൽ സൗത്തിൽ നിന്നൊരു വലിയ ആക്ടറും എത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും നിലവിൽ ഈ സിനിമയുടെ ഡയറക്ടറിനൊന്നും ഇതുവരെയായിട്ട് ഒരു അപ്ഡേറ്റ് ഒന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ സിനിമയുടെ കൂടുതൽ അപ്ഡേഷൻസ് വരുമെന്ന് പ്രതീക്ഷിക്കാം. നെസ്ലൻ ഗിരീഷേഡി കോമ്പയിൽ വരുന്ന അടുത്ത ചിത്രമാണല്ലോ ഐ ആം കാതലൻ. സിനിമയുടെ റിലീസ് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. സിനിമ ഇപ്പോൾ അടുത്ത മാസം ഓഗസ്റ്റ് മാസമാണ് ഇപ്പോൾ ടീം റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സിനിമ ഇപ്പോഴത്തെ ഒരു ക്രൈം ത്രില്ലർ സിനിമയായിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും പ്രേമലിന് ശേഷം വരുന്നൊരു സിനിമയായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് വരാൻ പോകുന്നൊരു സിനിമയും കൂടിയായിരിക്കും ഐ ആം കാതലൻ എന്ന ചിത്രം. എന്തായാലും സിനിമയുടെ ഒരു ഒഫീഷ്യൽ ടീസറിനോ ട്രെയിലറിനോ ആയിരിക്കും കാത്തിരിക്കാം. കമൽഹാസൻ നായകനാവുന്ന അടുത്ത ചിത്രമാണല്ലോ അൻബറി മാസ്റ്റേഴ്സ് സംവിധാനം ചെയ്യുന്ന സിനിമ. സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ ആരംഭിക്കുന്നു. ഈ വർഷം സെപ്റ്റംബർ മാസം ഈ സിനിമയുടെ ഷൂട്ട് ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമ ഒരു ആക്ഷൻ ഫിലിമായിട്ടാണ് ഒരുങ്ങുന്നത്. രജനി ചിത്രം കൂലി സിനിമയുടെ ഫസ്റ്റ് ഷെഡ്യൂൾ ഇപ്പോൾ കംപ്ലീറ്റ് ആവാനായി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഹൈദരാബാദിലാണ് സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ നടക്കുന്നത്. ഇനി സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ ചെന്നൈയിലും കൂടിയായിരിക്കും. സിനിമയിൽ ഇപ്പോൾ രജനി ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ഗാങ്സ്റ്റർ കഥാപാത്രമായിട്ടായിരിക്കും എത്തുക എന്നാണ് അപ്പോൾ അറിയാൻ കഴിയുന്നത്. സിനിമ ഒരു ബിഗ് ബഡ്ജറ്റ് ഒരു ആക്ഷൻ ഫിലിമും കൂടിയാണ്. മോഹൻലാൽ ചിത്രം എമ്പുരാൻ സിനിമയിൽ ഇപ്പോൾ പ്രണവ് മോഹൻലാൽ ക്യാമിയോ റോളിൽ എത്തുമെന്ന് റിപ്പോർട്ടുകൾ. നിലവിൽ മോഹൻലാലിൻ്റെ കഥാപാത്രമായ എബ്രഹാം ഖുറേഷി എന്ന കഥാപാത്രത്തിൻ്റെ ചെറുപ്പകാലമായിരിക്കും പ്രണവ് മോഹൻലാൽ അഭിനയിക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മമ്മൂട്ടി ചിത്രം ബസൂക്ക സിനിമയുടെ റിലീസ് തീയതിയുടെ അപ്ഡേറ്റ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുകയാണ്. സിനിമ ഇപ്പോൾ സെപ്റ്റംബർ മാസം 12-ാം തീയതി റിലീസാണ് ടീം പ്ലാൻ ചെയ്യുന്നതെന്ന് അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ ആ ടൈമിൽ റിലീസ് ചെയ്യുകയാണെങ്കിൽ മോഹൻലാൽ ചിത്രമായ ബറോസ് സിനിമയോടൊപ്പം ക്ലാഷ് റിലീസാകുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാവുന്നതാണ്.